மீரா, ஹாப்பி நியூஸ். இந்த வெக்கேஷனுக்கு அடிச்சு பொளிக்கணும்னு நீயும் ஜோதியும் சொல்லலையா? சரி, சீக்கிரம் பெட்டி எல்லாம் பேக் செய். எஸ், and welcome you naughty and dirty girls to my beautiful village. ക്ലീൻ ചെയ്തപ്പോ വീട് ആകെ മാറിപ്പോയല്ലേ വാസേട്ടാ? പത്ത് കുപ്പിൽ ഒഷ്ടാപ്പെട്ട് ചോദിച്ചത്. വേഗം പോയിട്ട് അമ്മാവനെ ഫാമിലി വിളിച്ചിട്ട് വന്നേ. ഓ ശരിയാ, സന്ധ്യക്ക് മുമ്പ് എല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. 6-7 പവർ കട്ടാ. അയ്യോ എന്താ കിടന്ന് കീറി പൊളിക്കണേ? പേടിച്ചു പോയാ? പോയില്ല, ഇവിടെ നിക്കണ കണ്ടിട്ട്. അതല്ല ചോദിച്ച, പേടിച്ചോ? പേടിച്ചു. അത് മതി. അപ്പൊ ടെസ്റ്റ് ഓക്കെ. എന്ത് ടെസ്റ്റ് ഓക്കെ? മൊത്തം എത്ര എണ്ണം? ഈ പൈപ്പ് ഇരിക്കണേ കൂടി കൂട്ടി 4 മതി, ധാരാളം മതി. ഇത് വെച്ചോ. അപ്പൊ നമുക്ക് പരിപാടി. എന്ത് പരിപാടി? ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, വേഗം തുറക്കടോ. മക്കളെ എനിക്ക് മക്കളെ, ഇവനാണ് രാവണ പ്രഭു. അതാണ് അതിന്റെ ഷോൾഡറിന് ഒരു ചരിവ്. ഓക്കെ, സൂപ്പർ. നെക്സ്റ്റ്. മോനെ ഫേസിംഗ് കണ്ടിരിക്കും. ഇവനാണ് 7 മുന്നത്തരകൻ. 30 ലക്ഷം കൂടുതലാ. ഇരിക്കവിടെ. ഇതെന്താ പാമ്പ് കളി? അല്ലല്ല, പാണ്ടികൾ. ചുമ്മാ ഇതാണ് ഷക്കീല. ശരിയാ, തുണിയില്ല. ഇവളാണ് എന്റെ പ്രധാന വരുമാനം. ഓക്കെ, അപ്പൊ എല്ലാ പാമ്പുകളെയും നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറക്കി വിടുന്നു. ആ പാണ്ഡി രാക്ഷസികളെല്ലാം ജീവനും കൊണ്ട് ഓടണം. പിന്നെ സ്വർണ്ണ കട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലേക്ക് തിരിച്ചു വരരുത്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട്. സാറ് ഇത് സിനിമയിൽ പഠിക്കുന്ന പാമ്പാണ്. സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞ അപ്പ ഓടും. പിന്നെ നിൽക്കണമെങ്കിൽ കട്ട് പറയണം. അപ്പൊ ടേക്ക് എടുത്തോ. 2 3. ഇത്ര വേഗം കാണാൻ പറ്റാ. ഇവന്റെ ഒരു ബുദ്ധി. സമ്മതിച്ചടാ. பாம்பு தானே? என்கிட்ட மோதாத. நான் யாரு தெரியுமில்ல? ஆயில்யம், அக்கரி ஆயில்யம். முதல்ல இந்த இடத்தை விட்டு காலி பண்ணு. போ 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 போ. ஏன் கத்துறீங்க? பாம்பு எங்க? ரூமுக்குள்ள. பாம்பு தானே, அதுக்கு இப்படி பயப்பட எப்படி? ஒரு கம்பு எடுத்து அடிக்க வேண்டியதா? அது இருக்கு. வாங்க போலாம். பயப்படாதீங்க. எங்க? மம்மி, பயமா இருக்குமா? அமைதி அமைதி, பயப்படாதீங்க. நான் எதுக்கு இருக்கேன்? எல்லாம் என் ஃப்ரெண்ட்ஸ் தான். എല്ലാ പാണ്ടികളും പോയാ? സകല പാണ്ടികളും പോയി. ഒരീച്ച പോലും ഇനി ബാക്കിയില്ല. അവനെ തുണിമണി സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നുള്ളൂ. നാളെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം. എടുക്കാൻ ആള് വന്നില്ലെങ്കിൽ എല്ലാം കൂടി ചുറ്റുകുടുത്തി നടീനടന്മാരെയൊക്കെ പിടിച്ച് കൊട്ടയിലാക്കിയോടോ. ഓക്കെ സാർ. നേരത്തെ പറഞ്ഞ പെഗ്ഗിന്റെ ചായയുടെ കാശ്. ഇനി പെഗ്ഗിന് വേണ്ടി പെഗ് ചെയ്യണ്ടപ്പോ. ഇനി ഈ ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. ഒക്കെ കലങ്ങി തെളിഞ്ഞു കഴിയുമ്പോ ഒരു മെഗാ സീരിയൽ പിടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. പാമ്പിന് വയസ്സാവുന്നവർ അഭിനയിക്കാമല്ലോ, ഒരിക്കലും തീരൂലല്ലോ. ശരി സാറേ. സീരിയലിന്റെ അഡ്വാൻസ് വെറുതെ പറ്റിക്കല്ലേ? വല്ലവാ കീരി. കീരിയാ? എന്ത് കീറി? കീറിയതല്ലടാ, കീരിന്ന്. കീരിയുടെ ധൈര്യത്തിലാണ് അവരുടെ വരവ്. അങ്ങനെ പാമ്പിന്റെ എപ്പിസോഡും പാമ്പാട്ടി. കാശൊക്കെ തന്നതല്ലേ, പോവാൻ നോക്കടാ പാമ്പാട്ടി പട്ടി. അത് പിന്നെ പോടാ കുറങ്ങാ. പുലിയണ്ട കൊണ്ടുപോടാ. സാറുമാര് ഞാൻ പറഞ്ഞത് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, വെറുതെ കയ്യിലുണ്ടായിരുന്ന കാശും പോയി. അയ്യോ, കാര്യം പറയാൻ സമ്മതിക്കണില്ലല്ലോ. സാറുമാരെ എന്റെ ശക്തിയിലെ കാണാനില്ല. ഷക്കീരെ കാണാനില്ല, അതിനിപ്പോ ഞങ്ങളെന്ത് വേണം? 4 പിടിച്ചെന്ന് വിചാരിച്ച, പിന്നെ നോക്കിയപ്പോ അവളില്ല. ഇവിടെ എവിടെയോ ഉണ്ട്. ആണുങ്ങളോടത്ത് അവള് ചുറ്റിക്കറങ്ങൂ. താനിങ്ങോട്ട് വന്നേ. എന്തിനാ? കല്ലാനാ? അതിനൊന്നുമല്ല. എങ്ങനെയെങ്കിലും താൻ ഇവിടെ ഷക്കീലനെ പിടിച്ചോണ്ട് ഇവിടെ പാമ്പാട്ടി മാമ പ്ലീസ്. എനിക്ക് തീരെ സമയമില്ല. പാമ്പിന്റെ ഓണവേ, ഞങ്ങളെ ചതിക്കരുത്. എന്റെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് പാമ്പറ. നാളെ കമലാസ് അവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. ഈ കുഞ്ഞുങ്ങൾ 2 വേണം സീലെടുക്കാൻ. ഊട്ടിക്കുള്ള ബസ് ഇപ്പൊ പുറപ്പെടും. മറ്റന്നാ വന്ന് ഞാൻ പിടിച്ചോളാം. അതുവരെ അവളെ സൂക്ഷിക്കണേ.
കൂടിയ വിഷമുള്ള ജാതിയാ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇനി പരാതി പറയരുത്. നീ എവിടെ പോവാ? വിഷമൈത്തിനെ വിളിക്കാൻ പോയിട്ട് വേഗം വരണേ. ദേ, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അയ്യോ പാമ്പ്. പിന്നെ പാമ്പ് എന്ന് പറഞ്ഞ എന്താ? ആര് പറഞ്ഞു? இந்த தமிழ்நாட்டு ஏரியால உன் எதிரி எங்க இருந்தாலும் தேடி புடிச்சு கடிச்சு கொள்ளு. ചരിത്രപരമാ കീരിയും പാമ്പുன்னா അമേരിക്കാവും ഇറാഖും മാതിരി എങ്ക മുറ്റത്ത് നിന്ന് ഇവ്വളോ വലിയ 3 പാമ്പുകളെ കടിച്ചു കൊണ്ടിരിക്കുന്ന രാജാ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ കുട്ടിയുടെ ശത്രുവൊന്നുമല്ല, ആരുടെയും ശത്രുവല്ല. എന്റെയും എന്റെ പെങ്ങളുടെയും ഭാവി ഈ വീടുമായിട്ട് ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് കിടക്കുക. എന്റെ കുറച്ച് കാശ് ഇവിടെ പെട്ടുപോയി. അത് കിട്ടിയാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നൊന്ന് ഒഴിഞ്ഞ്. അപ്പൊ ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നല്ലേ പാമ്പാട്ടിയെ കൊണ്ടുവന്ന് പാമ്പിനെ വിട്ടത്? അതെനിക്ക് ഇഷ്ടായി. എന്നാലല്ലേ തിരിച്ച് ഞങ്ങൾക്ക് ഒരു നമ്പർ ഇടാൻ പറ്റുള്ളൂ മോനെ ദിനേശ. സത്യം പറഞ്ഞ ഇപ്പോഴാ ഒരു അടിപൊളി വെക്കേഷന്റെ മൂഡിലേക്ക് ഞങ്ങൾ എത്തിയത്. താങ്ക്സ്. ആ പിന്നെ ഒരു സംശയം, ഇപ്പോഴെന്താ ഇങ്ങനെ ഒരു ബഹുമാനമൊക്കെ തോന്നാൻ? അന്നൊരു ബൊമ്മ എടുത്ത് മാറ്റി വെക്കുന്ന പോലെ അല്ലായിരുന്നോ സാറിന്റെ പ്രകടനം? ഒക്കെ ഒരു തമാശയായിട്ട് എടുത്ത്. ഓ തമാശയായിരുന്നോ? എനിക്ക് അങ്ങനെ തോന്നിയില്ലായിരുന്നു കേട്ടോ. ദേ കൂടുതൽ വിസ്തരിച്ച് എന്തിനാ സമയം കളയുന്നേ? ഈ വീട്ടിൽ നിന്ന് ആദ്യം ആരാ ഇറങ്ങുന്നേന്ന് നമുക്ക് കാണണം. അത്രയല്ലേ ഉള്ളൂ. കാണാം. ഏത് നശിച്ച സമയത്താണാവോ പണ്ടാരക്കാലിന് പാമ്പിനെ കൊണ്ട് എഴുന്നള്ളാൻ തോന്നിയത്? ബാക്കിയുള്ളവന്റെ മനസ്സമാധാനം കളയാൻ. ശരിയാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ടിംഗ് കെട്ടും പറഞ്ഞു നടക്കേണ്ട ഗതികേട്. മലയാറ്റൂർ മുത്തപ്പ, ആ ചക്കിലെ പാമ്പിനെ ഒന്ന് കാട്ടിത്തരണമേ. കാട്ടിത്തന്ന അടുത്ത 10 വർഷം ഇവന്റെ തലയിൽ കുരിശിയേറ്റി ഞാൻ മലയെത്തിക്കാമേ. ഇതിൽ വലിയ കുരിശുണ്ടായി. ആരെങ്കിലും പറഞ്ഞാൽ പറ്റാ. നീ ഒരു കാര്യം, നീ ആദ്യം കട്ടു പറ, ഞാൻ പിന്നെ പറഞ്ഞോളാം സ്റ്റാർട്ട്. ഇതെന്താ ഈ കുടുക്കുമായിട്ട് കിടക്കണത്? അട്ടനെ പിടിക്കാനാ? അയ്യേ, ഈ കുടുക്ക ഇത് അട്ടനെ പിടിക്കാ, ആനേനെ പിടിക്കാ. ബുദ്ധി വേണം, ബുദ്ധി. കുടുക്കിനാ? അല്ല, നീ ഇതെന്താ പശുവിന്റെ ഫോട്ടോ വരച്ചോണ്ട് കിടക്കണേ? പശുവല്ല, കീരി. കീരി എന്തിന്? ഈ കീരിയുടെ ഫോട്ടോ കാണുമ്പോണ്ടല്ല പാമ്പ് പേടിച്ച് നിൽക്കും. ഞാനപ്പ ഈ വടി കൊണ്ട് പാമ്പിനെ തല്ലിക്കൊല്ലും. അതിന് പാമ്പിന് ഇത് കീരിയാണെന്ന് തോന്നണ്ടേ? അതിനല്ലേ ഞാൻ എഴുതി വെച്ചേക്കണത്. എവിടെ? ഇത് കീരിന്നല്ല, കിറിന്നാണ് നീ എഴുതി വെച്ചേക്കണ. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് പാമ്പ് വിചാരിക്കൂലടാ. അതൊക്കെ പാമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളൂ. ഇനിയിപ്പോ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കീരിയുടെ ശബ്ദം ഇടും. നിനക്ക് കീരിയുടെ ശബ്ദം അറിയാമോ? പിന്നെ എങ്ങനെ? ഇത് കീരിയുടെ അല്ല, കിളിയുടെ. കീരിയുടെ ശബ്ദം എനിക്കറിയാം. ഒന്ന് കാണിച്ചേ. ചില്ലും ചില്ലിം കിളിമരത്തോണി. ഇത് പഴയ സിനിമയിലെ പാട്ടാണ്. ഇത്ര പെട്ടെന്ന് സിനിമയിലും വന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ഇതിലേ പോ, ഞാൻ അതില് കളിയാക്കല്ലേ ഏട്ടാ, കാരണന്മാരെ കളിയാക്കല്ലേ. പാമ്പ് എന്റെ ഈ തോർത്താരം ഇവിടെ കൊണ്ടുവന്നിട്ടത്? ഓ, ഇവിടെ കളയാതെ ഇനി തോർത്തെടുക്കാൻ പറ്റില്ല. ആ വല്ലവന്റെ പണിയായിരിക്കും. ഇനി ബാത്റൂമിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ തോർത്ത് കാണൂല. ഈ പാമ്പിനെ ശരിക്കും നോക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ തലേ കയറും. 4 വടി ഉണ്ടല്ല, അത് മതി. ഈ ചക്കിയിലെ പാമ്പ് എവിടെ പോയിന്നറിയില്ല. ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും, രാത്രിയായില്ല. പറമനുക്ക് മുക്കൺ தேவையில்லை வீரனுக்கு. അയ്യടാ പരമശിവസ്വാമി. പണ്ടാളങ്ങ കൊതുകടിച്ചിട്ട് ഇരിക്കാനും പറ്റണല്ലോ. എന്താടാ എന്താടാ? പാമ്പ്. പട്ടിയാ? പാമ്പിനെ പേടിക്കല്ലോ, പിന്നെയാണ് പട്ടി. വടി 4 എണ്ണം കൊണ്ടുവന്നിരിക്കുന്ന. ചക്കിയിലെ പാമ്പ് പോയിട്ട് മറിയ പാമ്പ് എന്റെ 7 അയൽവക്കത്ത് വരൂല. അവിടെ നിന്നൊരു വെമ്പാല വരുന്നുണ്ട്. ശിവനല്ല, വാസു, വടിവാള് വാസു. പരമശിവ ആശീർവാദം താരം. പാമ്പ് ഇവിടെ കോടിയെടുക്കൽ കൊത്തിയിട്ട് അവസാനം എന്റെ പടത്തേക്ക് വരരുത്. എന്താടാ കാണിക്കുന്നത്? പാമ്പിനെ പേടിപ്പിക്കാനാ. ഇത് കീരിയല്ലേ പണ്ടാറക്കാനിട്ട്?
തോളത്ത് പാമ്പ്. ആരുടെ? നിന്റെ തോളത്ത് കയറല്ലേ കിടക്കുന്ന? എന്റെ തോളത്തല്ല, ചേട്ടന്റെ തോളത്ത് പാമ്പ്. എന്റെ തോളത്ത് തോർത്തല്ലേ? ஐயோ தெய்வம் தொட்டு கும்பிடுங்க அடிக்கப்படாது பாவம் ஐயோ அடிக்கப்படாது ஐயோ പാമ്പ് 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 കാലിട്ട് കുത്തിയാ. ஆம் அடிச்சப்ப ஐயோ காணா ஏய் உன்னை பின்ன നോക്കിക്കறേ. ചേടാ ഈ കൊടം വെച്ച് അവനോടെ പോയി. ഈ ശക്തിയില ചേച്ചി വിഴുങ്ങിയ പോയോ? അവര് പോയി. ആ ഇന്നും ബ്രെഡും പഴമെന്നാ തോന്നുന്നത്. തിന്ന് നിന്നും അടുത്ത്. ബ്രെഡ് എങ്കിൽ ബ്രെഡ്. പട്ടിണി കിടന്ന് ചാകുന്നതിനേക്കാൾ നല്ലതാ പാളയം കുടം പഴം. ഇങ്ങത്താ വെച്ചത്തട്ട് കൊടല് കരിയാണ്. ഇത് നിനക്കുള്ളതല്ല. ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളവർ കഴിച്ചാൽ മതി. രണ്ടുപേരും തർക്കിക്കണ്ട. ഇങ്ങതാ 3 പേർക്ക് ഞാൻ വൃത്തിയായിട്ട് പങ്കുവെക്കാം. എന്തൊരു കഷ്ടം. ഞാൻ പറഞ്ഞില്ല ഇത് നിങ്ങൾക്ക് തിന്നാണതല്ല. അപ്പൊ നിനക്ക് മാത്രമേ വാങ്ങിച്ചുള്ളൂ. നിക്കടാ, എന്തിനാ ഈ കയറ്? തൂങ്ങിച്ചാവാനല്ല. ഓ ഞാൻ പേടിച്ചു പോയി. അഴകെട്ടാനടാ. അതല്ല വാസുവേട്ടാ. ഏതല്ല? തൂങ്ങിച്ചാവാൻ നടക്കുന്നവൻ അത് പറഞ്ഞോണ്ട് നടക്കൂ. പറഞ്ഞതിന് ശേഷമല്ലോ നടന്നത്. വന്നേ. അതെ, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം? ആ ഇവിടുത്തെ പ്രശ്നമൊക്കെ വാസുവേട്ടൻ അറിയാവുന്നതല്ല. അതൊക്കെ എനിക്കറിയാം. നിന്റെ ഈ തീരുമാനത്തിനുള്ള കാരണം എന്താണെന്ന് പറ. ആ പരമമ്മാവനെയും കുടുംബത്തെയും വഴിയാധാരമാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. നീ കൂടുതൽ പുണ്യാളനാവല്ലേ? നീയും കൂടി കൂട്ടി നിന്നിട്ട് അവര് വീട് മേടിച്ചത്. വേണ്ട വേണ്ടെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ. ദേ അവരെ ഈ കുഴി കൊണ്ടേ ചാടിച്ചിട്ട് അങ്ങനെ അങ്ങ് തൂങ്ങി രക്ഷപ്പെടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ തൂങ്ങുകയാണെങ്കിൽ തമിഴത്തികളെ ഒന്നടങ്കം കൊന്നു കുഴിച്ചു മൂടിയിട്ടേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. ദേ നീ ഇപ്പൊ പറഞ്ഞത് അതിന്റെ ശരി. ഇക്കാര്യത്തിൽ എന്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ട്. ഓ എന്നിട്ട് വേണം നിനക്ക് ആ പരമനാരുടെ മോളായിട്ട് ഇവിടെ കിടന്ന് മേളാങ്കിക്കാൻ. അല്ലടാ അല്ലേലും പണ്ടേ നീ ഇങ്ങനെ തന്നെയാ. ഒരു നല്ല കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. ദിനേശ, വാസുവേട്ട, ആത്മഹത്യയും കൊലപാതകവും ഒരമ്മ പെറ്റ ഇരട്ട മക്കളാണ്. മിണ്ടാതിരി വാസുവേട്ടാ. ഇപ്പൊ പേടിച്ചെത്തുവാനാ. നീ ആ കയറുന്നേ. ഞാൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കട്ടെ. ഭാഗ്യത്തിന് കുളത്തുണ്ട്. ഇനി ഹൈറ്റോ? ഹൈറ്റും കറക്റ്റാണ്. ദിനേശ്, എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. വാസുവേട്ടൻ എന്താണ് പറയുന്നതെന്ന് ഞാനും അറിയുന്നില്ല. മകനെ, മരണത്തെ മുഖാമുഖം കാണുമ്പോഴും നീ തമാശ പറയാൻ ശ്രമിക്കുക. വാസുവേട്ടാ, വെറുതെ അവന്റെ ആത്മവിശ്വാസം കിടത്തല്ലേ. കുരുക്ക് റെഡി. എപ്പോഴാ പെൺപടകൾ ഒഴിവാക്കുന്നത്? ഇന്ന് രാത്രി, നാളെ, എന്നിട്ട് വേണമല്ലോ നിനക്ക് തൂങ്ങാനായിട്ട്. തൂങ്ങലൊന്നും എനിക്കത്ര പരിചയം പോരാ. അയ്യോ, ഒന്ന് തൂങ്ങാനായിട്ട് അടിക്ക്. ഞാൻ കാണിച്ചു തരാ. ഇങ്ങനെ കുരുക്കിട്ട് കഴുത്തേലിട്ട് മുറുക്കിയിട്ട് മുറുകി ഒന്ന് നോക്കിയിട്ട് ചൂളിങ്ങനെ കാലുണ്ട്. വാസട്ട ഒന്ന് അല്പത് വാസോട്ടാ ഈ ചൂളൊന്ന് തട്ടി പറിച്ചേ. വാ വേഗം വാ, കാണിച്ചു കൊടുക്കാൻ മതിയാ. നിനക്ക് അഭിനയത്തിൽ പത്മശ്രീ കിട്ടും. കണ്ടോ, ആത്മഹത്യ വെറുതെ അഭിനയിച്ച് കാണിക്കുന്നവന്റെ വെപ്രാളം എത്ര ഭംഗിയായിരിക്കുന്നു. ആത്മഹത്യക്കും കൊലയ്ക്കുമിടയിൽ ആത്മനാദം പോലൊഴുകുന്നു പാളയം എന്നൊരു കവി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അയാളുടെ പേര്? നാക്കിന്റെ തുമ്പത്ത്. ചേട്ടാ വല്ലഭൻ. വല്ലവന്റെ കാര്യമല്ല പറഞ്ഞത്, എഴുതിയ കവിയുടെ കാര്യം പറഞ്ഞത്. ചേട്ടാ വല്ലഭൻ വല്ലാണ്ട് പിടയ്ക്കണെന്ന്. ആഹാ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവനെ രക്ഷിക്കുന്നത് പോലെ അഭിനയിക്കാം. ഓവറാക്കരുത്. ഇല്ല ഇല്ല ഇല്ല. ഇതാ പറയണത്. നിനക്ക് ടൈമിംഗ് ഇല്ലെന്ന് പറയുന്നത്. പതുക്കെ അവൻ എഴുന്നേറ്റ് ഓടൊന്നുമില്ല. പിടിച്ചേ വല്ലഭ. ദിനേശ, ശത്രുവിനെ കീഴടക്കാൻ 3 രാജതന്ത്രങ്ങൾ. കുറെ രാജതന്ത്രങ്ങൾ പയറ്റിയതല്ലേ, എല്ലാം ചീറ്റി പണ്ടാറടങ്ങിയില്ല. ഒന്ന് മിണ്ടായിരടാ അവിടെ. ക്ഷമയാണ് ലോകം കണ്ട ഏറ്റവും വലിയ AK-47. എന്റെ ഈശ്വര, ഒന്ന് ചിരിക്കാൻ പോലും വയ്യ. പാവം. നാളെ നിന്റെ ബർത്ത്ഡേ ആണ്. നാളെ എന്റെ അപ്പൂപ്പന്റെ ആണ്ടല്ലേ. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ. എങ്കിൽ അപ്പൂപ്പന്റെ ബർത്ത്ഡേ അത് നമ്മൾ ആഘോഷിക്കുന്നു. ആ. സാക്ഷാൽ അമ്പലപ്പുഴ പാൽപായസത്തെക്കാൾ നല്ല പാൽപായസം എന്റെ ഈ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് നിന്റെ കൈ കൊണ്ട് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ അവരുടെ മനസ്സ് കീഴടക്കുന്നു. കേട്ടോ, ഇനി ഈ ഒരു കഷ്ണം വിറ കൂടിയേ ഉള്ളൂ. അത് മതിയാവും. പാകമായി കഴിഞ്ഞ് അവർ ഇങ്ങനെ. ഇതെന്റെ കൈയാണ്. രാജതന്ത്രം എവിടം വരെയായി? ഉപ്പ് നോക്കാറായോ? ഉപ്പ് നോക്കാൻ ഇത് ഉപ്പുമാവല്ല. ഇത് ഉപ്പുമാവല്ലെന്ന് എനിക്കറിയാം. ഞാൻ ആ രാജതന്ത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സാമ്പിൾ നോക്കാൻ ഒരു പാത്രം രാജതന്ത്രം തന്നൂടെ? ഈ കിണറ്റിലെ സാമ്പിൾ നോക്കുന്നത് ആദ്യം ഇതിന്റെ രുചി നോക്കേണ്ടത് പെൺകുട്ടിയായിരിക്കണം. അത് കേട്ട് മതി നീ. ഉപ്പ് നോക്കാനൊന്നും ഞാനൊരു കള്ളം പറഞ്ഞതാ. സത്യത്തിൽ എന്റെ വയറ് വെച്ചെന്നിട്ടാ. ഗതി കേട്ടാ പുലി പുല്ലും തിന്നുന്നാണല്ലോ. അങ്ങനല്ലേ? മാടുകൾക്ക് പുല്ല് തന്നെയാണല്ലോ മട്ടൻ ബിരിയാണി. ചേട്ടാ, മണം അടിച്ചിട്ട് വായന വെള്ളം വന്നിട്ട് പാടില്ല. സത്യം. പോക്കറ്റിൽ എന്താണ് കശുവണ്ടിയാണോ? എന്താ ഇതിലിട്ടത്? ഇത് രുചി കൂടാൻ വേണ്ടിയുള്ള ടേസ്റ്റ്. രുചി കൂടാൻ വേണ്ടി ടേസ്റ്റ് അല്ല, സീക്രട്ട്. ഞാൻ പറയൂല.
അമ്പലപ്പുഴ പാൽപ്പായസം. സത്യം സത്യം. വിളിക്ക്. ആരും കാണാനില്ല. ഇവിടെ ആരും. ഹലോ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ. ഇത് കുറച്ച് മലമ്പുഴ പാൽപ്പായസ. കറക്റ്റ്. അമ്പലപ്പുഴയിലുണ്ണി കണ്ണനോട് സോറി, മലമ്പുഴ അല്ല, അമ്പലപ്പുഴ. അമ്പലപ്പുഴ പാൽപ്പായസ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാ. താങ്ക്സ്. ഓക്കേടാ. ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ലക്ഷം മറ്റവൻ സംഘടിപ്പിച്ച് നമ്മൾ ഗംഭീരമായി ആഘോഷിക്കുന്നു. ഈ ഗാന്ധി മാർഗത്തിൽ എവിടെയാണ് മറ്റവൻ? നീ മിണ്ടരുത്, പറയുന്നത് കേട്ടാ മതി. ഞാൻ ആദ്യം ഈ പായസം കുടിച്ചൊന്ന് ആഘോഷിക്കട്ടെ, എന്നിട്ട് വേണം മലമ്പുഴയാണോ ചങ്ങമ്പുഴയാണോ എന്ന് തീരുമാനിക്കാൻ. ആരാ? നോക്കിയിട്ട് കുടിക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷന്റെ തിണ്ണ ഇറങ്ങണത്. നിങ്ങളൊക്കെ കാരണം എന്റെ മാനമാണ് പോയത്. നീ കരയാതെ വല്ലഭ. ഇതൊക്കെ അനുഭവിച്ചാലേ മനുഷ്യജന്മം പൂർണ്ണമാവും. പോലീസ് സ്റ്റേഷനും ജയിലുമെല്ലാം നമ്മുടെ കാശ് കൊണ്ട് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ. ഇത്രയും നേരം ഞാൻ പിടിച്ചു നിന്നു. എന്റെ ദേഹത്ത് പോലീസ് എങ്ങനെ കൈവച്ചാലുണ്ടല്ലോ. കൈവച്ചാലേ സത്യം ഞാൻ തുറന്നു പറയും. എന്ത് സത്യം? പായസത്തിൽ വിഷമിട്ട് ആരാണെന്ന്. പായസത്തിൽ വിഷോട്ട് ആരാടാ? ആരടാ? വാസുവേട്ടൻ. പിന്നെ വാസുവേട്ടല്ലേ പോക്കറ്റിൽ സാധനം എടുത്ത് ഇങ്ങനെ അടിച്ചത്? അത് നീ കണ്ടല്ലേ? ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. പായസം വിളമ്പുമ്പോ ആലോചിക്കണായിരുന്നു. വാസുവേട്ടാ, അമ്പലപ്പുഴ ഭഗവാനാണ് സത്യം. നീ വിഷമിക്കണ്ട, പോയിക്കോ. പ്രതികളെ തമിഴ്നാട് പോലീസിന് എങ്ങനെ വിട്ടുതരുന്ന സാർ പറയുന്നത്? അതായത് വിഷം ചേർത്ത പായസം കേരള അതിർത്തിക്കുള്ളിൽ നിന്നാണ് പ്രതി തമിഴ്നാട് അതിർത്തിക്കുള്ളിൽ നിന്ന പരാതിക്കാരിക്ക് കൊടുത്തത്. കൃത്യമായിട്ട് പറഞ്ഞാൽ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് കേരള അതിർത്തിക്കുള്ളിലാണ്. അപ്പൊ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ചുമതല കേരള പോലീസിനും. എന്റെ സാറേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഈ കേസ് കേരള പോലീസാണോ തമിഴ്നാട് പോലീസാണോ അന്വേഷിക്കേണ്ടതെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. സോറി സാർ, പറഞ്ഞ കാരണങ്ങൾ വെച്ചുകൊണ്ട് പ്രതികൾ വിട്ടുതരാൻ ബുദ്ധിമുട്ടാണ്. ശരി, പാകലാം. നിന്നെയൊക്കെ തമിഴ്നാട് പോലീസിന് വിട്ടുകൊടുക്കാൻ ഇപ്പൊ വിളിച്ചത്. കഴിഞ്ഞ മാസം ചന്ദനം കടത്തി 4 തമിഴന്മാരുടെ വാരിയിൽ ഒടിച്ചതിന്റെ വാശി അവന്മാർക്ക്. അവന്റെ ഒക്കെ കൈ കിട്ടിയ അണ്ടർവെയർ പോലും ബാക്കി ഉണ്ടാവില്ല. എന്താ ജാമ്യത്തിന്റെ കാര്യത്തിനാ സാർ, ഇങ്ങേരാ കേരള ഹൗസിന്റെ ഓണർ. ഇങ്ങോട്ട് മാറിക്കണം. അപ്പൊ താനാണല്ലേ അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ വിഷം ചേർത്ത് കൊടുപ്പിച്ചത്? എന്റെ കൈ വിഷം ഉണ്ടായിരുന്നെങ്കിൽ അത് മറ്റാർക്കും കൊടുക്കാതെ ഞാൻ തന്നെ കഴിച്ചേനെ. അത്രയ്ക്ക് പരിതാപകരമാ സാറേ എന്റെ അവസ്ഥ. മലയാളികളായതുകൊണ്ടാ നിന്നോടൊക്കെ ഇത്തിരി ദയ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് നെകളിക്കരുത്, ഇടിച്ച് പൊടിച്ചളയും ഞാൻ. ഇന്നെന്റെ ബർത്ത്ഡേ, നിന്റെയൊക്കെ ഭാഗ്യം. ഈ ഒരൊറ്റ ദിവസം ഞാൻ കൈമനക്കിടത്തത്. പോയിക്കോ. ഡെയിലി വന്ന് ഒപ്പിട്ടോളാം. നിങ്ങളിൽ ആരെങ്കിലും ആൾ മുങ്ങിയ താൻ അതിന് ഉത്തരം പറയേണ്ടി വരും. നീ തൂങ്ങും. ഇറങ്ങി പോടാ. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആയിട്ട് കുറച്ച് അമ്പലപ്പുഴ പാൽപ്പായസം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താക്കല്ലേ. കഴിവറ മോനെ, വിഷം നിന്ന് എന്നെയും കൊല്ലണ പരിപാടി. ഇറങ്ങി പോടാ. என்ன தம்பி இதெல்லாம்? அந்த மலையாளத்துக்காரங்களை எல்லாம் கேரளா போலீஸ் சும்மா விட்டாச்சே. அவர் வீண்டு அந்த வீட்டுக்கு வந்தாச்சு. ஓ, அதுக்காக இவரெல்லாம் கூட்டிட்டு போறது? இந்த பாரு தம்பி, இந்த அடிப்படியால ஒரு பிரச்சனையும் தீராது. இவங்க அடிச்சு அவங்கள யாராவது செத்து போனா என்ன ஆறுது? நாம தானே பதில் சொல்லணும். அதனால இவங்களுக்கெல்லாம் சில்லறை கொடுத்து அனுப்பிட்டு வா, நம்ம வீட்டுக்கு போலாம். அண்ணா சுந்தரி அங்க நிக்கிறா.
அந்த മലയാളത്തുകാരന്മാരെല്ലാം ഓട്ടി തന്നെ വരുമെന്ന് പറയുന്നു. അതുക്കെന്നെ കൊഞ്ചമാவது ഭയം വേണ്ട. വീണ്ടും വിഷം കൃഷി എന്തെങ്കിലും ആയെങ്കിൽ മനസ്സിക്ക് ഒരു സമാധാനവും ഇല്ല. അതേപ്പറ്റി നീ വിഷമിക്ക വേണ്ട. അതുക്കുള്ള ചില കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാ ഞാൻ വന്നത്. നീ അവരെല്ലാം വിട്ടിട്ട് വീட்டுக்கு வா. அண்ணா நான் சொல்றது கொஞ்சம் நீ ஒன்னும் சொல்ல வேண்டாம். அவளை பத்தி நினைக்க மட்டுமா விஷமம்? எனக்கு இல்ல. ஏறு கார்ல ஏறு. ഒന്ന് സ്റ്റോപ്പ് ആക്കണേ. ചേട്ടാ ഈ ഹൗസ് കേരള എവിടെയാ? എന്ത്? ആ കേരള ഹൗസ്. ഓ, ആ ചെക്ക് പോസ്റ്റ് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാ ഇടതുവശത്ത് കാണുന്ന വീടാ. നന്ദി. ശരി, ഞാൻ മിന്നാന്ന് വരും. അപ്പൊ ഒരു ചായ വാങ്ങിച്ചു തരാം. மாமி நீங்க உட்காருங்க. நீங்க எல்லாம் சாப்பிடுங்க, நான் அப்புறமா சாப்பிட்டுக்கிறேன். சாப்பிடாதே பொண்ணுங்களே, சாப்பிடாதே. ஓகே, சாப்பிடு சாப்பிடு. யாரா நீ? பைத்தியக்கார மாதிரி இருக்கு. ஐயா எல்லாத்தையும் என்ஜாய் பண்றான். இவன் பிச்சைக்காரன்டி. ஒரு வருஷமா சாப்பாடே காணாம இருக்கே. போ போ போ. இனி ஞான் யாருன்னு சொல்றேன். அதான் உன்னோட பேரா? என் பேரு கண்ணப்பன். எல்லாரும் என்ன டெஸ்டர் கண்ணப்பன் என்று விളിക്കും. இனி முதல் நீங்க என்ன சாப்பிடுறதுக்கு முன்னாடி நான் சாப்பிட்டுட்டு விஷோ கிஷோ இல்லன்னு உறப்பு வருத்தணும். എന്നിട്ട് தான் நீங்க சாப்பிடணும். ஏன் எதுக்கு சொல்றேன். கல்லு வாதுக்கள் தெரியுமா? இதுக்கு முன்னாடி அங்கதான் எனக்கு டியூட்டி. சாராய டெஸ்டர். ஒரு நாள் நான் லீவ் எடுத்தപ്പോൾ அங்கே சத்தது 40 பேர், கண்ணு போகுது 30 പേർ. എൻ അപ്പൻ താൻ വൈപ്പിംഗറിലെ ടെസ്റ്റർ ആയിരുന്നത്. അപ്പന്റെ 4ാമത്തെ കല്യാണത്തിന് അപ്പൻ 2 ദിവസം ലീവ് എടുത്തപ്പോൾ അങ്കയും 100 പേര് വടിയായി 150 പേരുടെ കണ്ണിന്റെ ഫീസ് പച്ച്. നിന്റെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. അത് നീ പുറത്തിറങ്ങ. நீங்க என்ன சொன்னாலும் ഞാൻ போக மாட்டேன். அந்த பெரிய தேவர் சார் தான் என்ன இங்கே அழைச்சது. ഹലോ. ആ വന്നു. ഓ அப்படியா? ശരി பெரியப்பா. இந்த உலகத்தில் 24,000 விஷம் இருக்கு. பட்டி விஷம், பூச்ச விஷம், பாம்பு விஷம், ஆன விஷம், ஆடு விஷம், எலி விஷம், டெலிவிஷன், காதல் விஷம், கை விஷம், മൂക്കിൽ விஷம், വയറിൽ விஷம், നെഞ്ചിൽ விஷம். ഇതിലേത് വിഷമായാലും എനിക്ക് കേൾക്കാതെ. ഞാൻ സാപ്പിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എന്റെ നഗരിലെല്ലാം നീല നിറം വന്നാൽ സാപ്പാടിൽ കണ്ടിപ്പാ വിഷം ഇருக்கு. മാമി ഇഡ്ലി കിഡ്ലി, സാമ്പാർ കീമ്പാർ, ചട്നി കിഡ്നി, വടക്കിടை ഇവയിലൊന്നും വിഷമില്ല. ധൈര്യമായി താങ്ങിക്കോ. நாங்க பின்ன சாப்பிட்டுக்கலாம். இனி இത്രയല്ലേ ഉള്ളൂ. അത് നീயே சாப்பிட்டுக்கோ. നോ താങ്ക് യു. ഞാൻ പോരുന്ന വഴി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും ഒരു ചായയും കഴിച്ചു. ഇനി നീങ്ക പച്ചത്തണ്ണി കുടിക്കണ കൂടി ഞാൻ കുടിച്ച് പാത്തക്കപ്പുറം താൻ കുടിക്കണം. പിന്നെ ഒന്ന് കിടക്കണമല്ലോ. അപ്പോ ഇന്ന് തിരിച്ചു പോണില്ലേ? എവിടെ പോവാൻ? നിങ്ങൾ ഇവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഞാൻ അവിടെ നിക്കണമെന്നാ പെരിയ തേവർ സാർ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, இங்க இருக்கிறதே ஒரே ஒரு பெட்ரூம் தான். அதுல நாங்க 4 பேர் கிடக்கிறதே கஷ்டம். കുഴപ്പമില്ല, നിങ്ങൾ 4 പേരുടെ കൂടെ അതിന്റെ ഓർത്ത് ഞാൻ കിടന്നോളാം. എന്നൊരു സ്ത്രീയായി കണ്ടോളൂ, എനിക്ക് വിരോധമില്ല. ஐயடா வந்திருக்கிற ஒரு ஸ்திரீ லோலன்டா. வெளியில அம்மி கிடக்கிற வராந்தா ஒண்ணு இருக்கு, அங்க போய் கிடக்கு. ഓ, മമ്മി വരാന്തയിലാണ് കിടക്കുന്നത്. മമ്മി എങ്കിൽ മമ്മി. മമ്മി കാണാൻ എങ്ങനെ സുന്ദരിയാണോ? എന്റെ മോന്തക്കിട്ട് മമ്മിയല്ല, അരക്കിற അമ്മി. അരക്കണ അമ്മി മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ച്. ഉച്ചയൂണിന് മുമ്പ് വിളിക്കുമോ ടെസ്റ്റിങ്ങിനെ? അവളുമാരൊരു അമ്മി. കണ്ടോ? നിന്നെ കാണാതിരിക്കാൻ ഞാൻ എന്താ കുരുടനാ? എന്നെ അല്ല, അപ്പുറത്തൊരു പാണ്ടി പോലീസിനെ പ്ലാവലെടുത്ത് പൊക്കുന്ന പോലെ അമ്മിക്കല്ലെടുത്ത് ഇങ്ങനെ പൊക്കിയത്. ഇത് പാണ്ടി പോലീസ് അല്ലടാ, ഗുണ്ട. ഉണ്ണാൻ സമയമായിട്ടില്ലല്ല. ഗുണ്ടോന്നല്ല, ഗുണ്ടാന്നാ പറഞ്ഞത്. വില്ലുപുരത്തൊരു ദാതയുണ്ട്, കാളിമുത്തു. ഉരലെടുത്തൊറ്റക്കൈ കൊണ്ട് അമ്മാന മാടലാണ് അയാളുടെ ഹോബി. സംശയിക്കേണ്ട, ഇവൻ കാളിമുത്തുവിന്റെ ശിഷ്യനാ. തടിയുണ്ടെങ്കിൽ പുല്ലെങ്കിലും പറിച്ചു തന്നെ. വല്ലപ്പ എന്റെ ജെട്ടി കണ്ടടാ? ഞാൻ എടുത്തൊന്നുമില്ല, എനിക്കത് പാകാകെ ഇല്ല. പിന്നെ ഇതെവിടെ പോയി? ഈ ലൊക്കാലിറ്റി എവിടെ ഉണ്ട്, അതിന്റെ മണം വരുന്നുണ്ട്. അത് അടുത്ത വീട്ടിൽ ഉണക്കുകയും വറക്കണ മണോ? പിന്നെ ആ ഷാട്ടിക്ക് ഇത്ര നല്ല മണോ? വല്ലപ്പ കിട്ടിയാ? അവൻ വരുന്നുണ്ട്. അയ്യോ,
ഓ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ മുങ്ങാൻ. പോവും പോവും. അല്ല ഇവർ ഈ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടായി യാത്ര? അത് അത് എന്നാ പറ. ഈ പെറുക്കാൻ നടക്കുന്ന പാണ്ടികൾ എടുത്തോണ്ട് പോകണ്ടെന്ന് കയറി സേഫ്റ്റി സൈഡിന് എടുത്ത് വെച്ചതാ. അതെ. നീ എന്താ കാണിക്കണേ? ഈ പെറുക്കാൻ നടക്കണ പാണ്ടികൾ വാതിലും പൊളിച്ച് വന്നാലാ? അപ്പൊ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ നിന്നെ വിളിച്ചോണത്തണ്ടേ? നീ എന്നെ വിളിച്ചാ മതി വല്ലവ, ഞാൻ തുറന്നു തരാം. അല്ല വല്ലഭ വാതിലടച്ചു കൂട്ടി കട്ടിലും തള്ളി വെച്ച് അപ്പോഴാണ് അല്ല വല്ലവൻ കിടന്നുറങ്ങാൻ നോക്ക്. അല്ല ഇവൻ നമ്മളെ കൊണ്ടേ പോകുള്ളൂ. അവൻ വന്ന ഞാനില്ല.